ഹലോ, ഇന്നത്തെ നോമ്പ് തുറക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തനി നാടൻ വിഭവങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. നല്ല തനതായ രീതിയിലുള്ള നാടൻ വിഭവങ്ങളാണ് കേട്ടോ ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ ഉമ്മച്ചി നാടൻ കോഴിയാണ് ഇവിടെ കറി വെക്കാനായിട്ട് പോകുന്നത്. അപ്പം അതും നമ്മൾ എന്നുണ്ടാക്കുന്ന ആ ഒരു രീതിയിലല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തക്കാളി, സവാള, ചെറിയുള്ളി, വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടുതൽ വേണ്ട കേട്ടോ. അപ്പോൾ എരിവിനായിട്ടുള്ള പച്ചമുളക് ഇതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഇതുപോലെയാണ് കേട്ടോ കഴുകി വൃത്തിയാക്കി കുക്കറിലാണ് ഇത് ആദ്യം വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. നാടൻ കോഴി ആയത് കാരണം തന്നെ കുറച്ചധികം വേവുണ്ടാവും. അതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ. ചിക്കൻ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാട്ടോ മുറിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഉപയോഗിക്കണം. പച്ച മല്ലിപ്പൊടി അല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. ഇതിലോട്ട് നല്ല വറുത്ത് പൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടിയാണ്. ഏകദേശം 2 കിലോഗ്രാം അളവിലോട്ടാണ് കേട്ടോ. 2 കിലോഗ്രാം ചിക്കനാണ് ഉണ്ടാവുക. അപ്പോൾ അതിലോട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി ഇതുപോലെ ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള നമ്മുടെ ഗരം മസാല പൗഡറല്ല ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് കൂടുതൽ ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ നമ്മുടെ ഈ ഒരു കറിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അപ്പോൾ ഞാനിത് ഏത് രീതിയിലുള്ള കറിയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഈ ഒരു കറിയിലോട്ട് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. കൈ കൊണ്ട് നല്ല രീതിയിൽ ഇത് മിക്സാക്കി ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട. ഈ ചിക്കൻ വേവുമ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ആ ഒരു വെള്ളത്തിലാണ് നമ്മളിത് വേവിക്കേണ്ടത് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ചിക്കൻ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഏത് ചിക്കനാണെന്ന് ഇതുവരെ പറഞ്ഞില്ല. നമ്മുടെ വീട്ടിലെ നല്ല പച്ച കുരുമുളക് വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ കൂടുതൽ സ്പൈസി അല്ല കേട്ടോ. അപ്പോൾ ഇത് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തണേ. ഇതുപോലെ ഈ ഒരു അളവിൽ 2 കിലോഗ്രാം ചിക്കനിലോട്ട് ഞാൻ പച്ചക്കുരുമുളക് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചക്കുരുമുളകാണ് ഈ ഒരു കറിയിലോട്ട് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് മല്ലിയില കൂടി ആവശ്യമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഈ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അരപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഇതുപോലെ ഞാനിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചൊരു തരിപ്പായിട്ടാണിത് ഉണ്ടാവുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്നുണ്ടാക്കുന്ന ഈ ഒരു സ്നാക്ക് എന്താണെന്നറിയോ, ഈ പൊട്ടറ്റോ ഇതുപോലെ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് ഇത് പൊരിച്ചെടുക്കാനായിട്ട് ബജി എന്ന് പറയും, പൊട്ടറ്റോ ബജി. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിയ ഉരുളക്കിഴങ്ങ് വേണം കേട്ടോ നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ. അപ്പം നമ്മളിത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗാർലിക് ഉണ്ട്, ഒരു പച്ചമുളക്, ഒരു ചെറിയൊരു കഷ്ണം സവാള, അതുപോലെ തന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടിയിട്ടാണ് ഇതിലേക്കുള്ള മാവ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഈ ഒരു പാത്രത്തിലോട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കായിട്ടുള്ള പൗഡർ ഈ കടലപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കടലപ്പൊടി ഒരു 1.5 കപ്പോളം കടലപ്പൊടി ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു സോഫ്റ്റായി പോകും. അപ്പോൾ ഈ ഒരു അളവിൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോഗ്രാം പൊട്ടറ്റോ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടണ്ട, അരിപ്പൊടി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ക്രിസ്പി ആയിട്ട് പോകും. ഇതിന് പകരമായിട്ട് മൈദ വേണമെങ്കിൽ കുറച്ച് ഉപയോഗിക്കുക. ഇനി നമ്മൾ കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഒരല്പം നല്ല കളറുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കാശ്മീരി മുളക് പൊടി. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടിത് മിക്സാക്കി കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടിത് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, ഗാർലിക്, സവാള, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, ഇതൊന്നും കൂടണ്ട കേട്ടോ. ഇതൊന്നും ഇട്ടില്ലായിരിച്ചും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ബജി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതിങ്ങനെ ഇടയ്ക്കിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സാക്കി കൊടുക്കുന്നത് കേട്ടോ. പിന്നീട് ഇത് ഞാൻ നല്ല കൂടുതൽ ആവശ്യത്തിനുള്ള ആ ഒരു പരുവനുസരിച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ആ ഒരു രീതിയിൽ മിക്സാക്കി കൊടുക്കണേ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് ആവശ്യം. ഇത് കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിൽ. ഓക്കെ, മീഡിയം ഫ്ലെയിമിൽ ഞാനൊരു 4 വിസിൽ വരുന്നത് വരെ നമ്മുടെ ഈ ഒരു ചിക്കന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നാടൻ ചിക്കൻ വെച്ചിട്ട് മാത്രമേ ഈ ഒരു ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന്. ഒരിക്കലുമില്ല. നാടൻ ചിക്കൻ മാത്രമല്ല, നമ്മുടെ സാധാരണ ബ്രോയിലർ ചിക്കൻ വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് മാത്രം. അത് വെച്ചിട്ടും ഇതേ രീതിയിൽ ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം നമ്മളിതിപ്പോൾ ഒരു 3/4 ഭാഗം വേവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷമാണ് നമ്മുടെ ആ ഒരു നേരത്തെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള കുരുമുളക്, കറിവേപ്പില,
അതെല്ലാം ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇതെല്ലാ ഭാഗത്തോട്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു കറിയിലോട്ട് നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഈ ഒരു കുരുമുളകിൽ കിടന്നിട്ട് ഇതിങ്ങനെ വേവണം. അപ്പം നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് ഗ്യാസ് അടുപ്പിലല്ല കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇത് വേവാനായിട്ട് സാധാരണ നമ്മുടെ വിറകടുപ്പിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതാ ഞാനിവിടെ ചിക്കൻ ഇത് വിറകടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടോ. ഇനി ഇതിങ്ങനെ പതുക്കെ കിടന്ന് ഈ ഒരു മുളകൊക്കെ ഇതിലിങ്ങനെ പിടിക്കട്ടെ കേട്ടോ. അപ്പോൾ ആ ഒരു സമയം നമ്മുടെ ഉമ്മച്ചി ഇതവിടെ എന്തുണ്ടാക്കുന്നത്, പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും പത്തിരി തന്നെയാണ് കേട്ടോ. പത്തിരി ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പൂളൻ്റെ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം കുറച്ച് പൊറാട്ടയും വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ കിട്ടുമെന്നറിയില്ല, കുറച്ച് നേരം വൈകിയാണ്. അപ്പോൾ അത് പത്തിരി ഇവിടെ ഓരോന്നായിട്ട് ചുട്ടെടുത്ത് മാറ്റി വെച്ചാണ്. അപ്പോൾ നമ്മളെ ഈ ഒരു കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ബജി മാവൊക്കെ ഉണ്ടാക്കി ബജി പൊരിച്ചെടുക്കാനായിട്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വിറകടുപ്പിൽ തന്നെയാണ് ഇതും ഫ്രൈ ആക്കി എടുക്കുന്നത്. കാരണം വിറകടുപ്പ് ഏതായാലും കത്തിച്ചെന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കറി നന്നായിട്ട് തിളച്ചൊക്കെ കുറച്ചൊന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ വെന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് താളിച്ച് വെച്ച് കൊടുക്കണം. ഈ ഒരു കറിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ കേട്ടോ. നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ വെച്ച് ആ ഒരു രീതിയിൽ ഉണ്ടാക്കണ്ട കേട്ടോ. ഇതൊരു നാടൻ കറിയാണല്ലോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് താളിച്ച് വെച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇപ്പം തന്നെ കണ്ടോ നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇത് ഇനി അടച്ച് വെക്കണം കേട്ടോ. അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ തുറക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നോമ്പൊക്കെ നോറ്റ് ഇതുപോലെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നോമ്പ് മുറിയില്ലേന്ന്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇതാണ് നമ്മുടെ ഈ ഒരു ഫൈനൽ ലുക്ക് കറീൻ്റെ. അപ്പം നമ്മുടെ ഈ ഒരു ബജിയും ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള റെസിപ്പിക്കായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.